പ്രവിശാലമായ പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനാഥനെ മാത്രം ആരാധിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന പ്രകൃതിമതം ഇസ്ലാം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിന് മാത്രമേ നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിയന്ത്രിക്കുന്നതിനും നിറവേറ്റുന്നതിനും സാധിക്കുകയുള്ളൂവെന്നും അവനോട് മാത്രമേ അർത്ഥനകളും ആരാധനകളും പാടുള്ളൂ എന്നും നിഷ്കർഷിക്കുന്ന ബുദ്ധിയുടെ മതം ഇസ്ലാം. ദൈവാവതീർണമായ വേദഗ്രന്ഥങ്ങളും ദൈവത്താൽ നിയോഗിതരായ പ്രവാചകന്മാരും മുഖേന ഇസ്ലാം പ്രായോഗികമായും പ്രാമാണികമായും ജനങ്ങളിലെത്തിച്ചു. ഈ ലോകത്തേക്ക് നിയോഗിതരായ പ്രവാചകന്മാരെല്ലാം തന്നെ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നും അവനോടല്ലാതെ ആവലാദികൾ ബോധിപ്പിക്കരുതെന്നും അവനല്ലാതെ നേർച്ചകൾ അർപ്പിക്കരുതെന്നും വളരെ കൃത്യമായും വ്യക്തമായും പഠിപ്പിച്ചു. നോഹ് നബിയുടെ കാലത്ത് അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ച അവിശ്വാസികളെ പൂർണ്ണമായും അല്ലാഹു നശിപ്പിച്ചു. തികച്ചും ഏകദൈവാരാധനയിൽ ഉറച്ചു വിശ്വസിച്ചവരെ മാത്രം രക്ഷപ്പെടുത്തി. കാലചക്രം കറങ്ങിയ മുറയ്ക്ക് ഇവരുടെ തലമുറകളിൽ വീണ്ടും ശിർക്കൻ വിശ്വാസങ്ങൾ കടന്നുകൂടി. നോഹ് നബിക്ക് ശേഷം പല പ്രവാചകന്മാരും നിയോഗിതരായി. എല്ലാവരും അടിസ്ഥാനപരമായി പഠിപ്പിച്ചത് ഏകദൈവാരാധന തന്നെ. പ്രവാചക പരമ്പരയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഇരുളടഞ്ഞ മക്കാ മരുഭൂമിയിലേക്ക് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിൽ പ്രാമുഖ്യം നൽകിയതും ഏകദൈവാരാധനയ്ക്ക് തന്നെയായിരുന്നു. കാരണം മക്കയിലെ ബഹുദൈവാരാധകർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അല്ലാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കുവാൻ മഹാത്മാക്കളെ അവർ ഇടയാളന്മാരായി കണക്കാക്കിയിരുന്നു. ഇത്തരം അബദ്ധജടിലമായ വികല വിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനായിരുന്നു പ്രവാചക നിയോഗം. إذ جاءتهم الرسل من بين أيديهم ومن خلفهم ألا تعبدوا إلا الله قالوا لو شاء ربنا لأنزل ملائكة فإنا بما أرسلتم به كافرون. അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ചെന്ന് അല്ലാഹുവെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ദൈവദൂതന്മാർ ചെന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ മലക്കുകളെ ഇറക്കുമായിരുന്നു. അതിനാൽ നിങ്ങൾ ഏതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ തീർച്ചയായും ഞങ്ങൾ വിശ്വാസമില്ലാത്തവരാകുന്നു. വിശ്വാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ അധപ്പതനത്തിന്റെ അത്യഘാതതയിലാപതിച്ച ജാഹിലിയ സമൂഹത്തെ ലോകത്ത് തുല്യതയില്ലാത്ത വിധം പരിവർത്തിപ്പിച്ച പ്രവാചകൻ തീക്ഷ്ണമായ ജീവിത പരീക്ഷണങ്ങൾക്കിടയിലും ഏകദൈവ വിശ്വാസത്തിന്റെ സംസ്ഥാപനത്തിനായി ജീവത്യാഗം ചെയ്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമയും ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനായി നിർമ്മിച്ച വിശുദ്ധ കഅബക്കകത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടേതടക്കം 300-ലധികം ആരാധനാ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും. വിശ്വാസരംഗത്ത് പ്രവാചകൻ നേരിടേണ്ടി വന്ന പ്രഥമ പരീക്ഷണം മധുരമുള്ള മുന്തിരി വള്ളിക്കുകയിൽ കുഴിമാടമൊരുക്കണമെന്ന അന്ത്യാഭിലാഷം വെച്ചു നീട്ടിയ മദ്യാസക്തിയും മുഖച്ഛായ നോക്കി മക്കളുടെ പിതാക്കളെ നിർണയിക്കുന്ന അപരിഷ്കൃത സാമൂഹ്യ നീതിക്ക് വഴിവെച്ച വ്യഭിചാരവും
ജീവിത നിലവാരത്തിന്റെ മാനദണ്ഡമാക്കിയ ജാഹിലിയ സമൂഹം സാമൂഹ്യ പരിഷ്കരണത്തിന്റെ നാൾവഴികളിൽ ഹ്രസ്വമായ 23 വർഷം കൊണ്ട് ലോക സമൂഹങ്ങളുടെ ഉത്തുംഗ ശൃംഖങ്ങളിലേക്ക് ജാഹിലിയ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തത് യുക്തിഭദ്രതയുള്ള വിശ്വാസ ദർശനമായ ഏകദൈവാരാധനയിലൂടെ. മക്കയുടെ തെരുവോരങ്ങളെ കിടുകിടാ വിറപ്പിച്ച തെമ്മാടിയായ ഉമറിനെ പ്രസവവേദന അനുഭവിക്കുന്ന പ്രജയുടെ പ്രസവ ശുശ്രൂഷയ്ക്കായി സ്വന്തം ഭാര്യയെ അയക്കാൻ മാത്രം വിനയാന്വിതനാക്കിയ മഹത്തായ ദർശനം. സമ്പത്തിന്റെ കൂമ്പാരത്തെ നോക്കി സായൂജ്യമടഞ്ഞ ധനാഢ്യനായ മിസ്ആബിനെ സ്വന്തം കഫം പുടവ പോലും എടുത്തുവെക്കാൻ കഴിയാത്ത വിധം മാനസിക പരിവർത്തനം നൽകിയ മഹനീയ ദർശനം. ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച് പ്രവാചകനോടും അനുചരന്മാരോടുമുള്ള എതിർപ്പ് ജീവിത സബരിയാക്കി മാറ്റിയ ഒരു ജനതയ്ക്ക് മക്കാ വിജയ സമയത്ത് അളവില്ലാത്ത കാരുണ്യം കനിഞ്ഞു നൽകാൻ പ്രവാചകനെ പ്രേരിപ്പിച്ച അതുല്യമായ ആദർശം ഇസ്ലാം ലോകത്തിന് നൽകിയ പരിവർത്തന പാതയ്ക്ക് നിദാനമായത് ദൈവാവതീർണമായ വിശുദ്ധ ഖുർആനും അതിനെ ജീവിത യാഥാർത്ഥ്യമാക്കിയ പ്രവാചക ജീവിതവും. കഠോരമായ നരകശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും സുഖാനുഗ്രഹത്തിന്റെ ശാശ്വത സ്വർഗപ്രവേശം സാധ്യമാക്കുന്നതിനും ഇവ ജീവിതത്തിന്റെ ആധാരശിലയാക്കുക മാത്രമാണ് മനുഷ്യനു മുന്നിലുള്ള ഏകമാർഗം. പ്രവാചക നിയോഗത്തിന്റെ പരിസമാപ്തി പരിപൂർണമായ ദൈവിക മതം മനുഷ്യർക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടായിരുന്നു. മതവിധികൾ നിർണയിക്കുന്നതിനുള്ള വ്യക്തമായ 2 മാനദണ്ഡങ്ങൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചു തന്നു. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും. പ്രവാചകന് പിന്നാലെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധിപന്മാരായി വന്ന 4 ഖലീഫമാരും അവർക്ക് പിന്നാലെ വന്ന മുസ്ലിം ഭരണാധികാരികളും ഇസ്ലാമിന്റെ തനിമ നിലനിർത്തുന്നതിനും ഇസ്ലാമിക ദർശനത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനും അഹോരാത്രം അധ്വാനിച്ചു. കാലം പിന്നെയും കടന്നുപോയി. മതദർശനങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രവാചകനും താബിഉകളും കൽപ്പിച്ചിരുന്ന പ്രാധാന്യവും പ്രാമുഖ്യവും മുൻഗണനാക്രമവും പതിയെ കൈവിട്ടുപോയി. പുതിയ അനാചാരങ്ങൾ ഇസ്ലാമിൽ ആവിർഭവിച്ചു. ഖബറാരാധന, നബിദിനാഘോഷം, മാല മൗലൂദുകൾ, നൂല്, ഉറുക്ക്, ഏലസ് തുടങ്ങിയ അനാചാരങ്ങൾ മതത്തിൽ തലപൊക്കുകയും കാലക്രമത്തിൽ മതാചാരങ്ങളുടെ സ്ഥാനത്ത് അനാചാരങ്ങൾ ഇടം പിടിക്കുകയും ചെയ്തു. അനാചാരമുഖരിതമായ ഇസ്ലാമിക സമൂഹത്തിന്റെ ആധുനിക ചിത്രം അതിദയനീയമാണ്. അടിസ്ഥാന വിശ്വാസങ്ങളിൽ പോലും അന്യമതസ്ഥരെ അനുകരിച്ച ഇസ്ലാമിക സമൂഹം നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന പ്രവാചക പ്രവചനത്തിന്റെ പുലർച്ചയെയാണ് അനുസ്മരിപ്പിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമുമായി നാമമാത്ര ബന്ധം പോലുമില്ലാത്ത ആചാരങ്ങളിൽ അധിഷ്ഠിതമായ ആധുനിക ഇസ്ലാമിക സമൂഹത്തിന്റെ അതിദയനീയമായ നേർക്കാഴ്ചയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും
അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക. മതവിധികൾ തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മതനേതൃത്വം മനഃപൂർവ്വം വിസ്മരിക്കുകയും മതാതിർത്തികൾ ലംഘിച്ച് സമൂഹം സഞ്ചരിക്കുന്ന അടിസ്ഥാനരഹിതമായ മാർഗങ്ങൾക്ക് മതപരിവേഷം പകർന്നു നൽകുകയും ചെയ്തതിലൂടെ യാഥാസ്ഥിതിക പൗരോഹിത്യം ഉണ്ടാക്കിയെടുത്ത സാമൂഹികാവസ്ഥയിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. അറിവിന്റെ ആയുധമായ അക്ഷരങ്ങളോട് ഇവർ ഉണ്ടാക്കിയെടുത്ത അവജ്ഞ തെറ്റും ശരിയും വിവേചിച്ചറിയാനുള്ള സമൂഹത്തിന്റെ ചിന്താശേഷിയെ തന്നെയാണ് സമൂലം നശിപ്പിച്ചു കളഞ്ഞത്. സദാചാര മൂല്യങ്ങളിൽ വളരെ വിരളമായി മാത്രം സംഭവിക്കാറുള്ള അപജയങ്ങളെ എടുത്തു കാണിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് നിരോധം കൽപ്പിച്ച് മതവിധി പ്രഖ്യാപിച്ച ഇവർ ഇംഗ്ലീഷ് ഭാഷയ്ക്കും ഭ്രഷ്ട് കൽപ്പിക്കുകയുണ്ടായി. മാതൃഭാഷയായ മലയാളവും ലോകഭാഷയായ ഇംഗ്ലീഷും അവജ്ഞയോടെ തമസ്കരിച്ച സാമാന്യ ജനത്തെ അറബി മലയാളത്തിന്റെ ഇത്തിരിവട്ടത്തിൽ ഒതുക്കുക വഴി തങ്ങൾ എഴുതുന്നത് മാത്രം വായിക്കുകയും അതിനനുസൃതമായി മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന അപരിഷ്കൃതാവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിൽ ഇവർ വിജയം കണ്ടു. അറിവ് നേടുന്നതിന് അതിയായ പ്രോത്സാഹനം നൽകിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സമൂഹത്തെ ഇത്തരത്തിൽ ചിന്താശൂന്യരാക്കി സ്വന്തം ഇംഗിതങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന അത്യന്തം അപകടകരമായ സാമൂഹികാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഈ സമുദായ നേതൃത്വത്തിന് വ്യക്തമായ ഗൂഢലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വിവേചന ബുദ്ധിയും ഇച്ഛാശക്തിയും നഷ്ടപ്പെട്ട് നിരാശ്രയരായ ഈ സമൂഹത്തിൽ ഇവർ ആർജിച്ചെടുത്ത നിയന്ത്രണാധികാരങ്ങളിലൂടെ മുസ്ലിം സമുദായത്തിലെ ലക്ഷോപലക്ഷം ആളുകളുടെ ധാർമ്മിക, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ അധീശത്വം നേടുന്നതിലൂടെ അനൽപമായ ചൂഷണത്തിന്റെ അനന്ത സാധ്യതകളാണ് ഈ കപട നേതൃത്വം ലക്ഷ്യമാക്കുന്നത്. പ്രതാപപൂർണമായ ഇസ്ലാമിക സമൂഹത്തെ അപരിഷ്കൃതത്വത്തിന്റെ ആഴങ്ങളിലേക്ക് ആപതിപ്പിച്ചത് അനേകകാലത്തെ ഇവരുടെ അഹോരാത്രമായ അധ്വാനം കൊണ്ടാണെന്ന് പറയാതെ വയ്യ. മാരക രോഗങ്ങളും മാറാവ്യാധികളും മൂലം വീർപ്പുമുട്ടുന്ന സമൂഹം ആതുര രംഗത്തെ ആധുനിക ചികിത്സകൾക്ക് പകരം മതാടിത്തറയില്ലാത്ത മന്ത്രങ്ങളെ പുൽകിയത് യാദൃശ്ചികമല്ല. മാറാവേദനയിൽ ഉരുകിത്തീരുന്ന മനുഷ്യരുടെ മുഖത്തു നോക്കി ഉരുവിടുന്ന കപടമന്ത്രങ്ങൾക്ക് അസഹനീയമായ കഠിന വേദനയെ അകറ്റി നിർത്താനോ ആശ്വാസം നൽകാൻ പോലുമോ ആവില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും മനസ്സറിയാത്ത ഈ പൗരോഹിത്യത്തെ ഈ കടും ക്രൂരതകൾക്ക് പ്രേരിപ്പിക്കുന്നത് വളരെ തുച്ഛമായ ഏതാനും നാണയത്തുട്ടുകളാണെന്നതാണ് ഏറ്റവും സങ്കടകരം. പ്രസവ വേദനയാൽ പിടയുന്ന സഹോദരിക്ക് പിഞ്ഞാണമെഴുതി നൽകുന്നതിന് പിന്നിലുള്ള പ്രേരണയും മറ്റൊന്നല്ല. സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും നിദാനമായ സകല വാതിലുകളും കൊട്ടിയടച്ച് മതപൗരോഹിത്യം വിശ്വാസാചാര രംഗങ്ങളിൽ കടത്തിക്കൂട്ടുകയും എടുത്തുമാറ്റുകയും ചെയ്ത കാര്യങ്ങൾ ഇസ്ലാമിന്റെ അന്യൂന്യമായ മുഖത്തെ തന്നെ വികൃതമാക്കി. നേർച്ചകളും ചന്ദനക്കുടങ്ങളും ഉറൂസുകളും ജന്മദിനാഘോഷങ്ങളും തുടങ്ങി മതത്തിൽ കടത്തിക്കൂട്ടിയ അനാചാരങ്ങൾ ഇസ്ലാം മറ്റ് മതങ്ങളിൽ നിന്നും പുലർത്തിപ്പോന്ന അന്യൂന്യതയെയും പ്രാമാണികതയെയും വ്യതിരിക്തതയെയുമാണ് ഉന്മൂലനാശത്തിലേക്ക് നയിച്ചത്. അള്ളാഹുവിന്റെ മുൻപിൽ ഋജുമനസ്കരായി നേരിട്ട് നിർവഹിക്കേണ്ട പ്രാർത്ഥനകളെയും ആരാധനകളെയും മക്ബറകൾക്ക് മുമ്പിലെ അവിഹിതാചാരങ്ങളിലേക്കും മഹാന്മാരിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നതിലേക്കും പരിവർത്തിപ്പിച്ചെടുത്തതും ഈ യാഥാസ്ഥിതിക പൗരോഹിത്യം തന്നെയായിരുന്നു. ആധുനിക സമൂഹം നേരിടുന്ന തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിക നാമധാരികളായ ചിലരെയെങ്കിലും പ്രേരിപ്പിക്കുന്നത് സ്വത്വം നഷ്ടപ്പെട്ട ഇസ്ലാമിക